ആണുമല്ല പെണ്ണുമല്ല, ആണും പെണ്ണും കെട്ടതല്ല, പരനാറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അത് വേറെ ആരുമല്ല, ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി. ഞാൻ അങ്ങനെ തന്നെ പറയും. ഇതിന്റെ പേരിൽ ഇനി എന്റെ തല പോയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. എന്റെ വീഡിയോ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത്, ഇതാ നായിന്റെ മോൻ നിങ്ങൾ അയച്ചു കൊടുക്കണം. എന്ത് പറ്റിയടാ? ഇവനും പറയാൻ വേണ്ടി പറ്റില്ല, ഇവനും പറയാൻ പറ്റില്ല എന്നുള്ളതിന്റെ കാരണം നിങ്ങൾക്ക് വീഡിയോ മൊത്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ജാസി ആശി, നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. ഞാൻ നോക്കി നിന്നെയാ, അവനുള്ളത് വേറെ ഉണ്ട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? നായിന്റെ മക്കളെ, നീ ഒറ്റ കാരണോ ഇയാളുടെ കണ്ണിച്ചോല തന്തക്കുളിയാ കേൾക്കേണ്ടി വന്നത്. ആ കാണിച്ചു എന്ന് പറയുന്ന ആ 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഈ നായി പരമാറി പരപ്പും. കേരളത്തിൽ ഇത്രയും പൂക്കളുണ്ടായിരുന്നു, ഇതൊക്കെ ഏത് കാട്ടിലാണാവോ? ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. കാര്യം നമ്മൾ ഇന്നലെ കണ്ടെങ്കിലേ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടില്ല. വീഡിയോ എടുക്ക്, വീഡിയോ ഓണാക്കുമോളെ, വീഡിയോ ഓണാക്കുമോളെ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങൂരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. അല്ല എന്നാപ്പത് സംഭവം ഇന്ന് കണ്ണമ്പ്ര വേല കഴിഞ്ഞിട്ട് വരുമ്പോഴല്ലേ മൂപ്പര് ജൗളി പൊക്കി കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല, വൃത്തികിട്ടുന്ന ദുഷ്ടജീവി. അതല്ല ഉദ്ദേശം. എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ശോഭ പേടിച്ചു പോയോ? ഇതൊക്കെ സാധാരണയല്ലേ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? നാളെ ഉമ്മറം കാണിച്ചാലോ? നിനക്ക് നട്ടലുണ്ടാ നിനക്ക്? വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. പിന്നെ എന്റെ പേര് പറയാൻ നിനക്ക് പേടിയാവുന്ന? എനിക്കൊരു പേടിയുമില്ല. എന്തിനാ പേടിക്കുന്നത്? ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ. നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ. ഇനി ഓരോരുത്തർ അന്വേഷിച്ച് വന്ന് എന്റെ ഉള്ള മനസമാധാനം കൂടി കളയോ? ഒരു 1 മില്യൺ ഉള്ള ഒരാൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തെറ്റ് സമ്മതിക്കുന്നു, മേലിൽ ആവർത്തിക്കില്ല, പോരെ? തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉസിറും പുളിയില്ലാത്തവനെ. അല്ല പിന്നെ ഓന്റെ സിലിക്കോൺ കണ്ടിട്ടുണ്ട് എനിക്കിട ഉണ്ടാവാൻ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? നിന്റെ എല്ലാം ഉണ്ടല്ലോ, ഞാൻ ശരിയാക്കി തരാം. ഞാൻ എല്ലാത്തിനും കാണണമെന്ന് പറഞ്ഞാല് ഇത്തിരി കട്ടി കൂടുതലില്ലേ സാർ? ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോ അത്രയും വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അല്ലേ? അപ്പൊ അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ശരിയായില്ല. അതേ ഒരു അത്രത്തോളം പെയിൻ അല്ല ഉദ്ദേശിച്ചത്, പക്ഷെ അതേ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ ഇപ്പൊ കടന്നു പോകുന്നത്. എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ഈശ്വരാ എന്റെ ഇതുപോലുള്ള ദുഃഖം ഒരിക്കലും തീരല്ലേ ഭഗവാനേ. ഉപമിക്കുമ്പോ മര്യാദക്ക് ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ? സ്ത്രീകളെ വെച്ചിട്ടുള്ള ഉപമയൊന്നും നീ നടത്തണ്ട. എന്താ നമ്മൾ കുടുംബത്തിൽ പറഞ്ഞവരല്ലേ? കുടുംബത്തില്ല, ആര് ഹംസക്കയാ? നിനക്ക് അതിനുള്ള യോഗ്യതയില്ല. നിനക്കും ഡോക്ടർക്കും അറിയില്ലല്ലോ എന്റെ വേദന. അല്ലേ ഓൻ സ്ത്രീകളെ വെച്ചോന് ഉപമിക്കുന്നു. അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല, മനസ്സിലായില്ലേ? അയ്യോ അമ്മക്ക് കുഞ്ഞിനെ കാണുന്ന പോലെയാണെന്ന് പോലെ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടി കാണുമ്പോ. ഇനി ഞാൻ നിന്നോട് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു.